ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മളോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്. ആരാണെന്നൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. വളരെ പോപ്പുലർ ആയിട്ടുള്ള റീലോഡ് മീഡിയയുടെ സ്വന്തം എബിനാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം. താങ്ക് യു. എബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മൾ മലയാള സിനിമകളുടെ ഒക്കെ റിവ്യൂസും കാര്യങ്ങളും എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഹോളിവുഡ് സിനിമ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അനിമെ ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും ചൂസ് ചെയ്യുന്നത് എബിൻ്റെ വീഡിയോസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഏകദേശം ഒരു 90s കിഡ്സ് പരിപാടികളാണല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഈ ആനിമയുടെ അല്ലെങ്കിൽ ഈ ഹോളിവുഡ് സിനിമകളുടെ ലോകത്ത് ഇത്രയും എങ്ങനെയാണ് അങ്ങോട്ട് അടുക്കുന്നത്? അല്ല, ചെറുപ്പം മുതലേ ഹോളിവുഡ് സിനിമകളാണ് കൂടുതൽ താല്പര്യം. മലയാള സിനിമയൊക്കെ കാണും, എല്ലാം കാണും. പക്ഷെ എന്തോ കൂടുതൽ താല്പര്യം അതിനോടാണ്. പ്രത്യേകിച്ച് ഈ കണ്ട സിനിമകൾ അതിന് പിന്നെയും കാണുക എന്നുള്ള ഒരു സെറ്റപ്പാണ്. ഫോർ എക്സാമ്പിൾ ജുറാസിക് പാർക്ക് നമ്പർ ഓഫ് ടൈം ഒരു 500,000 വട്ടം നമ്മൾ കണ്ടിട്ടുണ്ടോ. അത്രയും മീൻസ് സീൻ ബൈ സീൻ അറിയുമെങ്കിലും അതെന്തോ ഒരു മാജിക്കൽ സാധനം അതിനുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാള സിനിമകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ എന്തോ എനിക്ക് അങ്ങോട്ടൊരു ചായ്വ് കൂടുതലായിരുന്നു. അപ്പോൾ പിന്നെ പോയി ഇതെല്ലാം കണ്ടിട്ട് ഒന്നും ഇല്ലാതിരിക്കുന്ന, അതായത് ഒട്ടുമിക്ക എല്ലാം കണ്ടു, സിനിമ ഇനി ഇല്ല, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സീരീസിലേക്ക് കയറിയത്. മറ്റേ ഗെയിം ഓഫ് ത്രോൺസ് മുതൽ സീരീസിൽ തുടങ്ങിയത്. പിന്നെ അതും ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആനിമയിലേക്ക് കയറിയത്. സോ ഡയറക്റ്റ് ആനിമി അല്ല. ഇപ്പൊ ചെറുപ്പം മുതൽ ആനിമി കാണുന്നവരുണ്ട്. നമ്മുടെ 90s കിഡ്സ് എന്ന് പറഞ്ഞവരും ചെറുപ്പം മുതൽ ആനിമി കാണുന്നവരുണ്ട്. ഞാൻ പക്ഷെ കണ്ടത് ഇങ്ങനെ ഒരു പ്രോസസ്സ്, ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ്. ഞാനൊരു ഡിഗ്രി ഒക്കെ ആകുമ്പോഴാണ് മറ്റേ സ്പിരിറ്റഡ് അവേ അങ്ങനത്തെ കുറച്ച് സിനിമ. അല്ല, ഞാൻ അപ്പോഴും കണ്ടിട്ടൊന്നുമില്ല. ഞാനൊരു സീരീസ് സാച്ചുറേറ്റ് ആയി കഴിഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ, സിനിമ കഴിഞ്ഞു, പിന്നെ സീരീസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇനിയൊന്നുമില്ല അപ്പോഴാണ് ആനിമയിലേക്ക് കയറി. അതപ്പോൾ അവിടെ നോക്കുമ്പോൾ അത് വേറൊരു ലോകം, അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഈ കണ്ടതൊന്നും ഒന്നുമല്ല. നമ്മളിപ്പോൾ ഈ കുട്ടികൾക്ക് കാണാനുള്ള സാധനം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അഡൾട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കണ്ടന്റ് അതിലുണ്ട് ഈ സീരീസും സിനിമ പോലെ തന്നെ. അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. ഒരു റിവല്യൂഷൻ, ഡയറക്റ്റ് ജമ്പ് ചെയ്തല്ല. ഈ ആനിമെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സിനിമകൾ, ഇപ്പോൾ K-pop സിനിമകളൊക്കെ വരുന്ന സമയത്ത് അത് കൂടുതലും നമ്മുടെ യങ് ജനറേഷൻ്റെ ആയിട്ടാണ് പൊതുവെ കാണാറുള്ളത്. നമ്മളും കാണാറൊക്കെ ഉണ്ട്, നമുക്ക് അത്ര പ്രായമൊന്നുമായിട്ടില്ല. പക്ഷേ ഈ യങ് പിള്ളേരുടെ ഒരു വൈബായിട്ടാണ് അത് മൊത്തത്തിൽ. അപ്പം അങ്ങനത്തെ ക്രൗഡ്, ഇപ്പം നമ്മൾ സബ്സ്ക്രൈബർ ബേസ് നോക്കുകയാണെങ്കിൽ എനിക്കുള്ളതിനേക്കാളും കുറച്ചുകൂടി ഒരു യങ് വൈബുള്ള പിള്ളേർ സെറ്റൊക്കെ ആയിരിക്കും. അത് ഈ ഒരു കോളേജ് പ്രൊഫസർ ആയതുകൊണ്ടാണോ അവരുടെ വൈബൊക്കെ കിട്ടുന്നത്? അങ്ങനല്ല, ആ കണ്ടന്റ് ബേസ് ചെയ്തിട്ടാണ്. ഈ പറഞ്ഞ പോലെ ആനിമി കൂടുതലും യങ്സ്റ്റേഴ്സ് ആണ് ഈ കാണുന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇത് എല്ലാവർക്കും പറ്റും. മെയിൻലി ഇപ്പൊ ഞാനും ഈ ആനിമിക്ക് മടിച്ചിരുന്ന കാര്യം, ഈ ജപ്പാനീസ് കൾച്ചർ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇവരുടെ ഒരു ക്യാരക്ടർ സ്കെച്ചിങ്ങിലൊക്കെ എല്ലാം ഒരേപോലെ ഉണ്ടാവും. ഈ മുടിയൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഒരു കോല് പോലെ ഇങ്ങനെ വരച്ച് വയ്ക്കുന്ന അങ്ങനത്തെ ഒരു ഒരു ആർട്ടിസ്റ്റിക് സ്റ്റൈൽ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കുറെ പേര്. ഇപ്പോൾ ബ്രോ ആണെങ്കിലും കൂടി ചിലപ്പോൾ ഒരു പക്ഷേ അതിനൊരു ഫാക്ടർ ആയിരിക്കാം, ലുക്ക് വൈസ് അത് ഒരു ഫാക്ടർ ആയിരിക്കാം. പക്ഷെ കണ്ടന്റ് വൈസ് പീക്ക് സാധനങ്ങളാണ്. വൺസ് ഒന്ന് ഞാൻ എൻ്റർ ആയപ്പോൾ, ഞാൻ അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറഞ്ഞ സീരീസാണ് ഞാൻ ആദ്യം കണ്ടു തുടങ്ങിയത്. അത് കണ്ടപ്പോൾ ഈ നമ്മൾ ബാക്കിയൊക്കെ മറക്കും. ഇപ്പോൾ അവരുടെ ആനിമേഷൻ സ്റ്റൈലോ അല്ലെങ്കിൽ ക്യാരക്ടർ ഡിസൈനൊക്കെ മറക്കും. നമ്മളെ കണ്ടന്റിൽ ഫുള്ളായിട്ട് ഇത്രയും വലിയൊരു സാധനമാണ് ഇവരിങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കുറേ സാധനം ഇപ്പോൾ ലൈവ് ആക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും സാധനങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. അതുകൊണ്ട് പറ്റില്ല. അതായത് ഇപ്പോൾ എത്ര വലിയ ഒരു 1000-2000 കോടി വെച്ച് ചെയ്താലും നമുക്ക് ആ ഒരു സോൾ നമുക്ക് കിട്ടില്ല. അത്രയും വലിയ വേൾഡൊക്കെയാണ് ഇവർ ചർച്ച ചെയ്ത് പോകുന്നത്. ആ കണ്ടന്റ് കാരണമാണ് ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ആയത്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ ആ ഒരു പക്ഷേ എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇങ്ങനത്തെ കുറെ റീൽസിലൊക്കെ വരുന്ന സാധനങ്ങൾ, അതെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. അത് ഇതിൽ കൂടുതലാണ്. അതായത് ഈ ഓറ ഫാമിംഗ് പരിപാടിയൊക്കെ ആനിമയില്, അങ്ങനത്തെ കുറെ ഓറ ഫാമിംഗ് വില്ലൻസ് ആയിക്കോട്ടെ, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ആയിരിക്കും ഒരു പക്ഷെ അവരെ നമ്മൾ കണ്ടുവന്ന ക്രൗഡ് യങ് ജനറേഷൻ ആയിട്ട് കണക്ട് ആവുന്നുണ്ടാണ്, അല്ല നമ്മൾ അവരെ ടാർഗറ്റ് ചെയ്യുന്ന അങ്ങനത്തെ അല്ലല്ല. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല. അല്ല, അത് ഭയങ്കര ബോധവാനാണോ? അതായത് നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് കൂടുതൽ കാണുന്നത്, അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടില്ല. അത് ഞാൻ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ആനിമി കണ്ടന്റ് ഇട്ടാൽ അതിന് വരുന്ന ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പൊ ആനിമി കാണുന്ന ഫോളോവേഴ്സ് ഉണ്ടാവില്ല. അത് വളരെ ലിമിറ്റഡ്, ഒരു സ്പെസിഫിക് ആണ്, ഒരു ഏജ് ഗ്രൂപ്പ് വരെ ഉള്ളൂ. പക്ഷെ ആ ഏജ് ഗ്രൂപ്പ് ഒരു പക്ഷെ ഇനി അഡൽട്സ് ആവുമ്പോൾ അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യും. അത് ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇത് ഇപ്പം അറ്റാക്ക് ഓൺ ടൈറ്റൻസ് പറഞ്ഞപ്പോൾ എനിക്കത് കുറെ ആൾക്കാർ സജസ്റ്റ് ചെയ്തു. ഞാൻ നല്ല ഒരു നമ്പർ ഓഫ് ടൈംസ് ഞാൻ പറഞ്ഞു. പക്ഷേ ഏതാണ്ട് 100-110 എപ്പിസോഡ്സ് എന്തോ ഉണ്ട്, 60-70 അങ്ങനെ എന്തോ, ഏതാണ്ട് അത്ര എപ്പിസോഡ്സ് ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, ഒരു സിനിമ കാണാനാണെങ്കിൽ നമുക്ക് 2.5 മണിക്കൂറിൽ പരിപാടി കഴിഞ്ഞല്ലോ. ഇത് ഈ വെബ് സീരീസ് മുഴുവൻ കാണാം, ഇത് എല്ലാം ഓർത്തിരിക്കുകയും വേണമല്ലോ. എനിക്ക് ഈ ക്യാരക്ടേഴ്സ്, പേര്, ഇപ്പോൾ ഒരാൾ വന്ന് എനിക്ക് ഇന്ന് ഷെയ്ക്കാൻ്റെ വന്ന് പേരും പറഞ്ഞ് പരിചയപ്പെട്ടിട്ട് പോയി, ചിലപ്പോൾ ഞങ്ങൾ 1.5 മണിക്കൂർ വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. നാളെ ഇയാൾ വരുമ്പോൾ ഞാൻ ഇയാളുടെ പേര് എന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങനത്തെ ഒരു സാധനമുണ്ട്.
അപ്പം ഇത് കണ്ടിരിക്കുക, ഓർത്തിരിക്കുക എന്നുള്ളത് ഒന്ന്. പിന്നെ നിങ്ങൾ കോളേജിൽ പഠിപ്പിക്കുന്നു, കല്യാണം കഴിഞ്ഞു, കുഞ്ഞുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം അതേപോലെ റിവ്യൂ ഇടുന്നു. റിവ്യൂ പിന്നെ പറയണ്ട, 5 സെക്കൻഡ് 30 സെക്കൻഡ് പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിയും. പക്ഷേ നിങ്ങൾക്ക് എവിടെ നിന്ന് മാത്രം സമയം കിട്ടുന്നു? എനിക്കൊരു സീരീസ് കാണുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുഴുവൻ കാര്യം മാറ്റി വെക്കുന്ന പോലെ. നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ സീരീസ് കാണാൻ സമയം കിട്ടും? അത് ഒന്നാമത് ഞാനിത് ഈ സീരീസുകൾ വളരെ സ്പെസിഫിക് ആയിട്ടാണ് സെലക്ട് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണർ ഉണ്ടാവും, ആ ഒരു ജോണർ സ്പെസിഫിക് ആയിട്ട് ഞാൻ ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ റൊമാൻറ്റിക് സാധനങ്ങൾ ഞാൻ ആ പരിസരത്തേ പോകില്ല, തൊട്ടില്ല. കാരണം എനിക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്ന പോലെയാണെങ്കിൽ അല്ല, എനിക്ക് കണക്ട് ആവും, അത് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ K-ഡ്രാമാസ് ഉണ്ട്, കൊറിയൻ സീരീസുകളിൽ ഒട്ടുമിക്കത് ഇതാണ്, ഈ ഡ്രാമയാണ്, ഈ റിലേഷൻഷിപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതിൽ തന്നെ ഈ ആക്ഷനും ഫൈറ്റും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വളരെ ലിമിറ്റഡ്. അത് മാത്രമേ ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഒന്നാമത് കുറച്ച് സമയമുള്ളൂ, ഉള്ള സമയത്ത് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളെ കാണുള്ളൂ. അതുകൊണ്ട് വൺസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോകും. ഈ ഇടയിലിടയിൽ പോകുന്നത്. പക്ഷേ ചില സാധനങ്ങൾ ഇങ്ങനെ റിട്ടേണിങ് സീരീസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൺ പീസ് ഒരു 1150 അങ്ങനെ എപ്പിസോഡ് റണ്ണിങ് ആണ് ഇപ്പോഴും. സ്റ്റിൽ നമുക്കിങ്ങനെ വിട്ടിട്ട് പോകുന്ന പരിപാടിയല്ല, നമ്മൾ സ്റ്റിൽ ആ ഒരു വേൾഡിലാണ്. എത്ര വർഷം കഴിഞ്ഞാലും അതൊക്കെ പിന്നെ വീക്ക്ലി ഇറങ്ങുന്ന പരിപാടികളൊക്കെ. എനിക്ക് ഈ അവഞ്ചേഴ്സ് കാണുമ്പം അവഞ്ചേഴ്സ് തന്നെ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഈ യൂണിവേഴ്സ്, മൾട്ടിവേഴ്സ്, ഇവരാരാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആലോചിക്കും, നിങ്ങൾ ഇത്രയും സീരീസ് കാണുന്നുണ്ട്, ഇത്രയും സീരീസ് നിങ്ങൾ ഓർത്തിരിക്കണം. എവിടെയാണ് ഇതിലെവിടെയാണ് അതിന്റെ സ്റ്റോറേജ്? അല്ല, അത് ഞാൻ പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള സാധനം മാത്രമാണ്. നമ്മൾ ആ വേൾഡിലേക്ക് ഇന്നായ പിന്നെ രസമാണ്, തിരിച്ചറിവില്ല. അതെ, പിന്നെ ഇത് അവരുടെ ജേണിയുടെ കൂടെ നമ്മൾ പക്ഷേ സെലക്റ്റീവ് ആയിട്ട് എടുക്കുള്ളൂ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ ആക്ഷൻ, ഫൈറ്റ്, വയലൻസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ. മെയിൻ ആക്ഷൻ, എനിക്ക് ആക്ഷൻ വേണം. അങ്ങനെ ഇല്ലാത്ത സാധനങ്ങൾ ഞാൻ വളരെ അവോയ്ഡ് ചെയ്യും, അങ്ങനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ സീരീസും സിനിമകളും കാണുന്ന എബിൻ, റിവ്യൂ വീഡിയോ ഒക്കെ ചെയ്യുന്ന യൂട്യൂബിലെ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള എബിൻ, കോളേജിൽ പഠിപ്പിക്കുന്ന എബിൻ, ഇതിൽ മൂന്നിൽ ആരാണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ആള് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എല്ലാം ഈക്വലി ബാലൻസ് ചെയ്തിട്ടാണ്. എനിക്ക് അതാണ് നിങ്ങൾ എങ്ങനെ ഇതൊക്കെ മാനേജ്? ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഓൾഡ് സ്കൂൾ സെറ്റപ്പാണ്. ഞാൻ രാവിലെ എണീറ്റത് തന്നെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന പരിപാടി, എൻ്റെ മറ്റേ ഈ പോക്കറ്റ് നോട്ട് ഉണ്ട്, മറ്റേ പണ്ട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പോക്കറ്റ് നോട്ടില്ല. അതൊന്നും എല്ലാ കടയിലും വെറുതെ പേരിന് ഇരിക്കുള്ളൂ, എല്ലാവരും വാങ്ങിച്ച് കയ്യിൽ വയ്ക്കുള്ളൂ. പക്ഷെ ഞാൻ ആ സാധനത്തിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ രാവിലെ എഴുതി വെക്കും. അത് മൈന്യൂട്ട് ആയിട്ടുള്ള, ഇപ്പോൾ ഇവൺ ഇപ്പം എത്ര മണിക്ക് പല്ല് വയ്ക്കണം, ഫുഡ് കുളിക്കണം, അങ്ങനത്തെ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതെ, ആ ലിസ്റ്റ് കണ്ട് ഞാൻ ടിക്ക് ചെയ്യും ഓരോന്നും കഴിയുമ്പോൾ. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ഞാനൊരു നൈറ്റ് ഒരു 9 മണി 10 മണി ടൈമിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇന്ന് രാത്രി കാണാനുള്ള സീരീസ് വരെ അവിടെ ഉണ്ട്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇന്ന സീരീസിന്റെ ഫോളോ അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സിനിമ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ അതിൽ എന്നിട്ട് ആ ടിക്കറ്റും ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ്. ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു. അതെ, പക്ഷെ ഇപ്പൊ എല്ലാവരും ടു ഡു ലിസ്റ്റ് ഫോണിലാണ്. ഫോണിന്റെ പ്രശ്നം വൺസ് ഫോൺ തുറന്നാൽ പിന്നെ വേറെ ഈ ബ്രെയിൻ റോട്ട് സാധനം വരുന്നതുകൊണ്ട്, സോ ഓൾഡ് സ്കൂൾ സെറ്റപ്പിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഫുൾ പ്ലാൻ ചെയ്യും. എല്ലാം നടക്കില്ല ചിലപ്പോൾ, അറിയാലോ, ലൈഫാണ്, നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. പക്ഷെ ഒരു പ്ലാനിങ് ഉണ്ടോ, ഒരു പ്രോപ്പർ പ്ലാനിങ് എല്ലാ ദിവസവും. അങ്ങനെ ദിവസം പ്ലാൻ ചെയ്യുന്നത് ഈ പരിപാടി നടക്കുന്നത്. പിന്നെ ചെയ്യുന്നത് പെട്ടെന്ന് ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പഠിക്കുക എന്തെങ്കിലും ആണ്, അതിനൊരു ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ചെയ്യില്ല. പിന്നെ വിട്ടു നാളത്തേക്ക്. അതായത് ആ ടൈമിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ മറ്റേ നീ കാണുന്ന പോലെ മറ്റേ എന്താ പറയാ, നിങ്ങൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് എനിക്കൊരു പേഴ്സണൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുക, എനിക്ക് കോളേജിൽ പോകേണ്ടതുകൊണ്ട് എനിക്ക് 9 മണിക്ക് കോളേജ് എത്തണം, 9 to വൈകുന്നേരം 5. വൈകുന്നേരം വന്നിട്ട് ഞാൻ ഷട്ടിൽ കളിക്കാൻ പോകും, ഒരു 2-3 മണിക്കൂർ കളിക്കും, മീൻസ് ഒരു 5 to 8 ഒക്കെ വരെ. പിന്നെ എനിക്ക് വന്നിട്ട് ഫാമിലി, പിന്നെ ഒരു സിനിമ കണ്ട് കഴിഞ്ഞു, റൊട്ടീൻ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ രാവിലെ ഞാൻ കോളേജിൽ പോകുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എല്ലാം ചെയ്ത് വെച്ചിട്ട് പോകണം. ഒന്ന് എണീക്കാൻ വയ്യ, അന്ന് റിവ്യൂ ഇല്ല, മീൻസ് ആ ടൈം കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ചെയ്യണമെങ്കിൽ അപ്പോൾ എണീക്കണം, അത് ആ ഷെഡ്യൂളിലുള്ളതാണ്. അതായത് നമ്മൾ കാണുമ്പോൾ നിങ്ങൾ മറ്റേ മുയൽക്കുട്ടിയെ പോലെ ഇരിക്കുന്നെങ്കിലും നിങ്ങൾ മറ്റേ പട്ടാളച്ചിട്ടയിൽ ജീവിക്കുന്ന ആളാണ്. അങ്ങനെ ചെയ്തു, ഇല്ലെങ്കിൽ എനിക്കിത് വേണ്ട, അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞു, പിന്നെ പിറ്റേ ദിവസത്തെ അന്ന് അടുത്ത് വേറെ സാധനം ഉണ്ടാവും. അതും അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ അധികം നിങ്ങൾ മനസ്സിലാക്കണം. റീലോഡ് മീഡിയയുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരിലുള്ള, നമ്മൾ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, അവര് കൺസ്യൂം ചെയ്യുന്ന ആ കോണ്ടന്റ് ഉണ്ടാക്കുന്ന ആള് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര മാതൃകാപരമായിട്ടുള്ള കാര്യമല്ല. അല്ല ഒന്നുമില്ല, ഈ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നില്ല കുറെ പേര്. ഈ ടൈം മാനേജ്മെന്റ് നമ്മൾ ചെയ്യേണ്ടതാണ്. എനിക്ക് അങ്ങനെ എന്താ പറയുക, ഒരു മോറൽ നിന്നല്ല, ഈ സമയം നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതാണ്. എൻ്റെ ടൈമും ബ്രോയ്ക്ക് തരാൻ പറ്റില്ല, ബ്രോയുടെ ടൈം എനിക്ക് എടുക്കാൻ പറ്റും, മനസ്സിലായി. അപ്പോൾ
ഇത് നമ്മൾ തന്നെ ഈ 24 മണിക്കൂറുണ്ട്, അതിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ് നമുക്ക് ഈ സമയമില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ 9 to 5 വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. ഞാനാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ എന്നിട്ടും സീരീസ് കാണാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ചെറിയ കുറച്ചായിട്ട് കണ്ടാൽ മതി സിനിമ സീരീസ് ഒക്കെ. ഇത് കാണുന്ന അത്രയും ആ സമയം നമ്മൾ സ്ലോട്ട് വെച്ചിരിക്കുകയാണ്, അത് നമ്മൾ എൻജോയ് ചെയ്ത് കാണാനുള്ള. ചില ഇൻസ്റ്റാ പോസ്റ്റും ചിലവർ മെസ്സേജ് അയക്കും, ചില കമന്റ് ബോക്സിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പണ്ട് ഒരു 3 മണിക്കൂർ സിനിമ അടുപ്പിച്ച് കണ്ടവരാണ്, ഇപ്പോൾ ഒരു സീരീസിന്റെ ഒരു 10 മിനിറ്റ് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. ഇതിൽ മെയിൻ പ്രശ്നം നമ്മൾ പണ്ട് കണ്ടപ്പോൾ നമുക്ക് ഇത്രയും കണ്ടന്റ് ഫോണിലില്ല, വേറെ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയ നമ്മൾ ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. നമ്മൾ 1 മണിക്കൂർ ചിലപ്പോൾ റീൽ കണ്ടിരുന്നിട്ടുണ്ടോ? നമുക്കൊരു സീരീസിന്റെ ഒരു ആനിമയുടെ 3 എപ്പിസോഡ് കാണാൻ നമുക്ക് 1 മണിക്കൂർ മതി, 20 മിനിറ്റിന്റെ. അത് നമ്മൾ ആലോചിക്കുന്നില്ല. അവിടെയാണ് നമുക്ക് ഈ ടൈം പോകുന്നത്. ബ്രെയിൻ റോട്ട് കുറച്ചാൽ നമ്മൾ തന്നെ യൂസ്ഡ് ആവും പഴയ പോലെ. നമ്മൾ പണ്ടത്തെ സോഷ്യൽ മീഡിയ അല്ല ഇപ്പോൾ. അത് മാറിയതോടെ നമ്മുടെ ഹാബിറ്റായിട്ട് മുഴുവൻ മാറി, ലൈഫ് സ്റ്റൈൽ മുഴുവൻ മാറി. നമ്മൾ ഈ ചുണ്ണാമ്പ് തയ്ക്കൽ പരിപാടി നമ്മൾ എപ്പോൾ കുറയ്ക്കുന്നോ അപ്പൊ പഴയലേക്ക് പോകും. ചില സമയത്ത് ഞാനൊരു പ്രൊഫസറോട് സംസാരിക്കുന്നു, അല്ലല്ല അങ്ങനെ ഞാൻ ഉപദേശിക്കുന്ന പോലെയല്ല, പക്ഷെ അത് കറക്റ്റാണ്. അല്ല, എനിക്ക് തന്നെ പറ്റാറുണ്ട്. ഇത്രയും നോക്കിയിട്ടും ഒന്നുമില്ല, ഒരു ഫുഡ് കഴിച്ചു ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഉച്ചയ്ക്ക് കിടക്കും. ഇപ്പൊ കിടക്കുന്നതിന് വരെ നമ്മൾ ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് നോക്കാന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് നമ്മൾ ബാക്കി ഉറക്കവും. ഇതും അതെ. നിങ്ങളുടെ ഈ റോസ്റ്റും വീഡിയോസും എല്ലാം ഈ പറയുന്ന നിങ്ങളുടെ സ്റ്റുഡൻസ് കാണുന്നുണ്ടല്ലോ നമ്മൾ കോളേജ് ചെല്ലുമ്പോൾ. അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അറിയാവുന്ന റീലോട് ഒരു ജിൽജിൽ മച്ചാനാണ്. പക്ഷെ നിങ്ങൾ കോളേജ് ചെല്ലുമ്പോൾ നിങ്ങൾ അവരുടെ ടീച്ചറാണ്. ഈ പിള്ളേർ എങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്? നിങ്ങൾ ഡീൽ ചെയ്യുന്നതല്ല, പിള്ളേർ എങ്ങനെ നിങ്ങൾ ഡീൽ ചെയ്ത്? ആ ഡിസ്റ്റൻസ് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. കോളേജിലെത്തിയ എങ്ങനെയാണോ ഞാൻ അപ്പോൾ ഈ കാര്യങ്ങൾ ഈവൺ അവർ വല്ലപ്പോഴും നമ്മളിപ്പോൾ ബ്രേക്ക് ടൈമിലോ ഒക്കെ ഈ കാര്യം ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം അത് അവോയ്ഡ് ചെയ്യും, ഞാൻ ടോക്ക് മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് അപ്രിസിയേഷൻ്റെ അവിടെ വെച്ച് എനിക്കൊരു എന്താ പറയുക ഈ ഡിസ്കംഫോർട്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മറ്റേ ഈ ടൈം ഞാൻ അധ്യാപകനാണ്. അതെ അല്ല, ആ സ്റ്റുഡൻസ് പറയുമ്പോഴും എനിക്കൊരു ഡിസ്കംഫോർട്ടാണ്. കാരണം ഞാൻ രാവിലെ വീഡിയോയിൽ തെറി പറഞ്ഞിട്ടായിരിക്കും ഞാൻ കോളേജിൽ അവരെ ഞാൻ ബ്രേക്കിന് ഈ തെറി അവരത് കണ്ടു എന്ന് പറയുമ്പോൾ എനിക്കൊരു അതും ഞാൻ മനസ്സിലായ ഞാൻ ക്ലാസ്സിൽ കയറി പോകുമ്പോൾ അതൊരു ഡിസ്കംഫോർട്ടായിട്ട് പ്രോത്സാഹിപ്പിക്കാറ്. സാർ ഇത് എന്തൊക്കെയൊക്കെയോ ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, അങ്ങനെ പോക്കാറില്ല. പക്ഷേ ഈ കണ്ടന്റ് കണ്ടു എന്ന് പറയുമ്പോൾ എനിക്കൊരു ഗിൽറ്റ് ഫീൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എവിടുന്ന് ഈ അപ്രിസിയേഷൻ എടുക്കുന്നത്? ഐ മീൻ അപ്രിസിയേഷൻ ഇപ്പം എനിക്ക് നിങ്ങളുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമായി, പക്ഷേ ഞാൻ നിങ്ങളുടെ സ്റ്റുഡൻറ്റാണ്. അല്ലെങ്കിൽ നമുക്കിത് കിട്ടണമല്ലോ, അതും കൂടി ഇതിലൊരു ഘടകമാണല്ലോ. ഇപ്പോൾ കമന്റ് ബോക്സിൽ വരുന്ന നല്ല വാക്കുകളല്ലാതെ അത് നിങ്ങൾ എവിടുന്ന് ഇപ്പോൾ എടുക്കുക? എവിടുന്ന് വന്നാൽ എടുക്കുന്നു? അതിങ്ങനെ കേട്ടു പോകത്ര തന്നെ. ഞാൻ ഈ പറയുന്ന പോലെ നെഗറ്റീവ് പോസിറ്റീവ് രണ്ടും കേട്ടു പോകുന്നു മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇൻടേക്ക് കുറവാണ്. ഇപ്പോൾ നെഗറ്റീവ് ഇട്ടാലും എനിക്ക് വേറെ പണിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പം നിങ്ങളെ എയറിലാക്കുന്ന ആൾക്കാരില്ലേ, നിങ്ങളെ മാത്രമല്ല നമ്മളെയൊക്കെ എയറിലാക്കുന്ന ആൾക്കാർ, അവരൊക്കെ തന്നെയാണ് ഈ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ഇന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എയറിൽ പോയ ദിവസം, ഇപ്പോൾ പുഷ്പ 2ന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ കോളേജിൽ പോയി, പിള്ളേരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരുടെ ചിരിയോ ചമ്മലോ അങ്ങനത്തെ ഒന്നും അത് അവോയ്ഡ് ചെയ്യാൻ ഞാൻ വർക്കിൽ പ്രോ ലെവലാക്കും. അതായത് ക്ലാസ്സിൽ കയറിയ സെക്കൻഡ് കൊടുക്കാണ്ട് ഞാൻ ക്ലാസ് തുടങ്ങും. ഒരു ബ്രേക്ക് പോലും കൊടുക്കാതെ ക്ലാസ് എൻ്റെ അപ്പം തന്നെ ഇറങ്ങി പോകും. ഒരു ഡിസ്കംഫർട്ട് കാരണമാണ്. എങ്ങാനും ഈ പറഞ്ഞ പോലെ ആവണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഇപ്പോൾ വരാന്തേക്കൂടെ നടക്കണമെങ്കിൽ സ്പീഡ് കൂട്ടി നടക്കും. അങ്ങനെ ചെറിയ കുറേ പഠിക്ക്. പക്ഷെ അങ്ങനെ അത്ര അങ്ങോട്ട് ആ ഒരു ഞാൻ പറയില്ല, അങ്ങനെ ഞാൻ അത് എൻകറേജ് ചെയ്യിപ്പിക്കാത്തതുകൊണ്ട് ആ രീതിയിലാണ് എന്നോട് പിള്ളേരും ട്രീറ്റ് ചെയ്യാറുള്ളത്. അതൊന്നും വലിയ കുഴപ്പമില്ല. ആ ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യലാണ് മെയിൻ. അതെ, അത് അവരും അങ്ങനെ ചെയ്യണത്, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾ എഴുതി വെച്ചിട്ട് ചെയ്യാന്ന് പറയുന്നു, ഞാനും എഴുതി വെച്ചിട്ട് ചെയ്താണ്. അത് ചില സമയത്ത് നമ്മൾ ആ പണി മറന്നു പോകും. ചിലപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു തോന്നൽ വരും എനിക്കും നന്നാവണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതെങ്ങനെ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം? നമ്മുടെ തന്മാത്രയിൽ ലാലേട്ടൻ കുളിക്കുമ്പോൾ ഇറങ്ങി വന്ന് എഴുതുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ആക്ച്വലി അൾഷിമേഴ്സിന്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ ലിറ്ററലി ഞാൻ അതുപോലെ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. മീൻസ് എനിക്ക് കുളിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മറന്നുപോയി അല്ലെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞ് ഇത് എഴുതി വെച്ചാൽ എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്തായിക്കോട്ടെ, നമ്മൾ വായിച്ച് പഠിക്കുന്നതും എഴുതി പഠിക്കുന്നതും വ്യത്യാസമുണ്ട്. വൺസ് എഴുതിയാൽ 10 പ്രാവശ്യം വായിച്ച പോലെയാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം ഫോണിൽ നോട്ട് ചെയ്യുന്നതിന് പകരം കൈ കൊണ്ട് നമ്മളിത് എഴുതുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ അത് ഉണ്ട്, പിന്നെ അത് പോവില്ല. അപ്പോൾ ആ ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്, ആ നോട്ട് നമ്മുടെ കയ്യിലുണ്ട്, ഒരു പേജ് നമ്മളൊന്ന് ഫുള്ള് നമ്മുടെ അത് ടിക്കറ്റും പോകുമ്പോൾ ഈ സാധനം നമുക്ക് രജിസ്റ്റർ ആയിട്ട് നമ്മൾ ആ പരിപാടി മറക്കില്ല. അതുകൊണ്ട് മാക്സിമം റൈറ്റിംഗ് കൂടുതൽ വരണം എന്നുള്ളതാണ്. നിങ്ങൾ പിള്ളേരോട് പറയാറുണ്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം? ഇപ്പോഴത്തെ പിള്ളേര് പഴയ പിള്ളേർ പോലെയല്ല, നമ്മൾ എത്ര പറഞ്ഞാലും അവരുടെ ഒരു സ്റ്റൈൽ. റോസ്റ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു പടം റോസ്റ്റ് ചെയ്യണമെന്ന് എപ്പോഴും തീരുമാനിക്കുക? റാൻഡം പടം
അങ്ങനെ എടുത്ത് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ ഈ റോസ്റ്റിനാണ് വ്യൂ വരിക എന്നുള്ളതാണ്, അത് ഈ റോസ്റ്റാണ് ഇതാണ് നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണോ? അങ്ങനെയല്ല, ഒരു ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അവസ്ഥ എന്താണെന്നുള്ളത്. അതിൽ തന്നെ അവർ വലിയ മാസമായിട്ട് കാണിക്കുന്ന മറ്റേ ഹ്യൂജ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻസും ഈ ഗൺസ് ഫൈറ്റ് സീക്വൻസുകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ലെവലിലുള്ള പടമാണെന്നുള്ളത്. അപ്പോൾ തന്നെ എന്നിട്ട് പടം കണ്ടിട്ട് ചില പടങ്ങൾ നേരെ തിരിച്ചു കൊണ്ടു കേട്ടോ, ഇങ്ങനെ അപരാധം പോലെ നമുക്ക് ട്രെയിലർ തോന്നും, പക്ഷെ പടം വരുമ്പോൾ നല്ല പടമായിരിക്കും. പടം കണ്ടിട്ട് പോക്കാണെങ്കിൽ ചെയ്യും. നിങ്ങൾ റിവ്യൂസും ചെയ്യാറുണ്ട്, റോസ്റ്റും ചെയ്യാറുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽസ് ഏതൊക്കെയാണ്? ഐ മീൻ റിവ്യൂ കാണുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന അതായത് ദിസ് റോസ്റ്റർ ഇയാൾ മലയാളത്തിലൊരു നല്ല സാധനം ചെയ്യുന്ന ഒരാളാണ്, ഞാൻ കുറച്ച് ബഹുമാനത്തോടെ നോക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ഒരാൾ. ഫിലിം അഭിഷേക് ഞങ്ങൾ നല്ല പരിചയമാണ്, ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്. ഓക്കെ. അപ്പോൾ ആൾ തന്നെയാണ് എന്നെക്കാളെന്നല്ല, എന്നെക്കാളൊക്കെ തൊട്ട് മുമ്പ് വളരെ മുമ്പ് തുടങ്ങിയതാണ്. ഇവിടെ നമ്മുടെ അനന്തരാമൻ മറ്റേ അപ്പൂപ്പൻ നിസാരം അല്ല നിസാരം ആളും ഇതുപോലെ പീക്ക്. പിന്നെ ഇപ്പോൾ കുറേ പേര് പുതിയ കുറേ പിള്ളേർ റോസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്, കുറേ നന്നായിട്ട് ചെയ്യണവരുണ്ട്. പക്ഷെ ഒരു ഇവിടെ പെട്ടെന്ന് കറണ്ട് വന്നു കേട്ടോ, അതുകൊണ്ട് ലൈറ്റ് മാറിയത്, ഒന്നും തോന്നരുത്. പക്ഷേ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നത് ഫിലിം വിഷയക്കാണ്. നിസാരത്തിലെ മറ്റേ ആള് ഇപ്പൊ വേറെ ഫിലിമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. പുള്ളിയുടെ ഷോർട്ട് ഫിലിം വന്നിട്ട് അത് അവര് പബ്ലിഷ് ചെയ്യുന്നില്ല, സിനിമയാക്കാൻ പോകുന്നു എന്നൊക്കെ കേട്ടു. അല്ല, ഷോർട്ട് ഫിലിം ഞാൻ കണ്ടായിരുന്നു പോയിട്ട്. ഞാൻ പോയില്ല, പക്ഷെ അത് പക്ഷേ സിനിമയാക്കാനുള്ള എന്തൊക്കെയോ പക്ഷെ നല്ല കണ്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നുന്നു. എനിക്ക് ആ ഫീൽഡിലേക്ക് വരണം എന്ന് എനിക്കൊരു താല്പര്യമില്ല. എനിക്ക് കണ്ടു തന്നാൽ മതി, നമ്മളെ ഗാലറിയിൽ കണ്ട് കളി കാണുന്ന ആൾക്കാർ. എനിക്ക് നിങ്ങൾ നല്ല സിനിമയിൽ ഞാൻ നന്നായി ആസ്വദിച്ചോളാം. അതെ, എനിക്ക് അഭിനയമോ അല്ലെങ്കിൽ സിനിമ എടുക്കണമെന്നൊന്നുമില്ല. എനിക്ക് ജസ്റ്റ് അതൊരു പാഷനേ അല്ല, അങ്ങനെ പടം കാണുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പടം കാണാൻ വരുന്ന കുറെ പേരുടെ മെയിൻ പ്രശ്നം ചില ബുക്ക് വായിച്ചാൽ നമുക്ക് എഴുതാൻ തോന്നില്ലേ, അതേപോലെയാണ് ഈ സിനിമ കണ്ടിട്ട് നമുക്ക് സിനിമ എടുക്കാൻ തോന്നുന്നത്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്തിട്ട് വേണം പരിപാടിക്ക് ഇറങ്ങാൻ. പക്ഷെ എന്നെ കൊണ്ട് തീരെ പറ്റില്ല, അതുകൊണ്ട് 100% എനിക്ക് ആ പരിപാടിക്ക് ഇറങ്ങാൻ പറ്റില്ല. റിവ്യൂ ഒക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയ അധികം ഫോളോ ചെയ്യാറില്ല. വേറെ കണ്ടന്റ് എന്ന് പറഞ്ഞത് ഞാൻ ആകെ ഫോളോ ചെയ്യുന്നത് ഇപ്പൊ ഈ റോസ്റ്റേഴ്സും പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാരും പിന്നെ എക്സ്ട്രാ തമിഴിൽ ഞാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നു മറ്റേ പരിതാപങ്ങൾ പറഞ്ഞൊരു ചാനലുണ്ട്, ഇവർ മാത്രമാണ് ഞാൻ തറവലി എപ്പോഴും ഫോളോ ചെയ്യുക. മലയാളത്തിൽ ചിലപ്പോൾ ഏറ്റവും ചെറിയ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെ ആയിരിക്കും. 15 സെക്കൻഡ് 10 സെക്കൻഡ് 30 സെക്കൻഡ്. അത് ശരിക്കും ഞാൻ ചോദിക്കട്ടെ, അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അതായത് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫുൾ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റോസ്റ്റ് പറയാനുള്ള ഡയലോഗ് ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഇപ്പോൾ വെക്കണ്ട, പടം വരട്ടെ എന്നിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം എന്ന് വെച്ചിട്ടാണോ? കുറ്റബോധം തോന്നുന്നു. ഐ മീൻ ആൾക്കാർ ചോദിക്കില്ലേ, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കില്ലേ ശരിക്കും നിങ്ങൾ അതിനെ കുറിച്ച് പറയുന്നത്? ഒരു റോസ്റ്റ് റിവ്യൂ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, റോസ്റ്റ് ഞാൻ ഇപ്പൊ ബ്രോ ചെയ്യാറുണ്ട്, റോസ്റ്റ് ആയിട്ട് റിവ്യൂ എന്റെ റിവ്യൂവിൽ തന്നെ തീർക്കും. അപ്പൊ കോക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. എനിക്കെന്ന് പറഞ്ഞാൽ അത് ഒന്നാമത് ഞാൻ റോസ്റ്റ് ചടപടാന്ന് ചെയ്യുന്ന പരിപാടിയല്ല. ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് 1 to 2 weeks ഒരു റോസ്റ്റ് വീഡിയോ. അപ്പോൾ മിനിമം ഒരു വീക്ക് എടുക്കും. അതിപ്പോ ചെയ്ത് റെക്കോർഡ് ചെയ്ത് എഴുതി എഡിറ്റ് ചെയ്ത് വരാൻ. അപ്പൊ ഈ എഴുത്തെന്ന് പറഞ്ഞാൽ ഞാൻ റിവ്യൂനൊന്നും എഴുതാറേ ഇല്ല, പക്ഷെ റോസ്റ്റിന് ഡയലോഗ് ബൈ ഡയലോഗ് എഴുതി അത് പിന്നെ തെറ്റിയിട്ട് പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ. നിങ്ങൾ ഇതല്ല ചെയ്യുന്നത്, അതായത് സിനിമ ഇങ്ങനെ പ്ലേ ചെയ്ത് ഫുൾ ഞാൻ പടം ഫുൾ എഴുതും. ഫുൾ എഴുതുന്ന പറഞ്ഞാൽ അറൗണ്ട് ഒരു 10-15 പേജൊക്കെ ഉണ്ടോ, ഫുൾ സെന്റൻസ് ബൈ സെന്റൻസ് എഴുതിയിട്ട് അത് പിന്നെ ഞാൻ ഒന്നും കൂടി വായിച്ച് അതിൽ കയറ്റേണ്ട സാധനങ്ങളൊക്കെ കയറ്റി ഇറക്കി അങ്ങനെ ഒരു സ്ക്രിപ്റ്റിങ്ങിന് തന്നെ ഒരു 1-2 ദിവസം എടുക്കും. എന്നിട്ട് അത് സെറ്റായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുള്ളൂ. റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഈ മോഡുലേഷൻസ് മാറ്റുക, വോയിസ് മോഡുലേഷൻ ഇപ്പൊ കേട്ട് റിവ്യൂവിൽ കാണാറില്ല. അല്ലല്ല, അങ്ങനത്തെ അതിന് ബാക്കിൽ വലിയ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ റോസ്റ്റിന് കുറെ ടൈം എടുത്തിട്ട് അതുകൊണ്ടാണ് ഈ ചാടി കയറി ഞാൻ ഈ പറയാത്തത്. അപ്പൊ അതുകൊണ്ട് പടം ഒന്നും ഇല്ലെങ്കിൽ 10 സെക്കൻഡിൽ തീർക്കും. എനിക്ക് വേറെ മതി. പക്ഷെ ഇങ്ങനെ കീറി മറിക്കണം എന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് ടൈം എടുത്ത് മെല്ലെ വളരെ അധികം സമയം എടുത്തിട്ട് ചെയ്യുള്ളൂ. അത് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ എനിക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ശീലം എനിക്കില്ല. അത് കറി വെക്കണമെങ്കിൽ ഞാൻ കൃത്യമായി മുറിച്ച് വേവിച്ചൊക്കെ വെക്കുള്ളൂ, അല്ലെങ്കിൽ ആ കറി വളരെ മോശമാണോ എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടു മാത്രം. ഈ റോസ്റ്റിൽ നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്നത്, ഇപ്പം നിങ്ങൾ പാലക്കാട് ഭാഷ ചില സാധനങ്ങൾ എനിക്ക് തൂമക്കണ്ണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അതൊക്കെ അവിടെ അത് ലോക്കൽ ലാംഗ്വേജ് ആണ്, നമ്മൾ ഡെയിലി പറയുന്ന. പക്ഷെ നമ്മൾ ചെയ്യില്ല, നിങ്ങളൊരു അധ്യാപകനായിട്ട് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു റോസ്റ്റ് കൈൻഡ് ഓഫ് സാധനം ചെയ്യുമ്പോൾ ഈ ടീച്ചേഴ്സ് കൂടെയുള്ളവർ അവരാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങളൊരു സാറല്ലേ? അങ്ങനെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിള്ളേരുടെ അടുത്ത് നിങ്ങൾ രക്ഷപ്പെട്ട് ബൗണ്ടറി സെറ്റ് ചെയ്തു, പക്ഷെ നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വെറുതെ ചോദിച്ചിട്ടുണ്ട്, സീരിയസ് ആയിട്ടല്ല. പിന്നെ അത് രണ്ടും ഡിഫറെന്റ് ആണല്ലോ, മറ്റേത് സോഷ്യൽ മീഡിയ ലൈഫ് വേറെ, റിയൽ ലൈഫ് അത് സെപ്പറേറ്റ് ആക്കി തന്നെ വെച്ചേക്കാണ്. ഇപ്പൊ ഞാനൊരു സാറായതുകൊണ്ട് ഞാൻ ഇത്രയും കൺട്രോൾ ചെയ്യണം എന്ന് അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ ഞാൻ എങ്ങനെ റോസ്റ്റിൽ സംസാരിക്കുക, അതിന്റെ 10x വെർഷനിലാണ്. അല്ലാത്തപ്പോ ഒന്നും ലിമിറ്റ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന തന്നെ
പാലക്കാട് ഭാഷ വളരെ കുറച്ചാണ് കയറുന്നത്. അതെന്താ നിങ്ങൾ ആലോചിക്കുന്നത്? പക്ഷേ അത് ക്യാമറ ഓൺ ആയ ആള് മാറും. അത് ഇത്രയും നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞു എടോ നമുക്കൊരു സാധനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അതായത് ഇങ്ങനെ ഇരിക്കുക. ശരിക്കും നിങ്ങൾ ചെറുതിലിട്ട് ഇങ്ങനെ ചമ്മല ക്യാമറയുടെ ഫ്രണ്ടിൽ വരെ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് സ്റ്റേജ് ഫിയർ ഇപ്പോഴും. ഇപ്പോഴും കോളേജിൽ ഒരു പരിപാടിക്ക് ഞാൻ സ്റ്റേജിൽ കയറി ഇരിക്കില്ല. ഇത്രയൊക്കെ പോപ്പുലർ. പക്ഷേ പിള്ളേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല. അതേ പിള്ളേർ ഒരു സ്റ്റേജ് ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നാൽ എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടി. സെയിം പിള്ളേർ വന്ന് അതെന്താ ചെറുപ്പം മുതലുള്ള പ്രശ്നമാണ്. എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഇഷ്ടം പോലെ നമുക്കൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. ഐ മീൻ സ്റ്റേജിൽ കയറുക, മിമിക്സ് പരേഡ് അല്ലെങ്കിൽ സ്കിറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം കൂടി ഉണ്ട്. ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് മുഖം കാണിച്ച് വീഡിയോ ചെയ്ത് അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ഐ മീൻ എനിക്ക് കിട്ടുന്ന അതേ കാര്യം തന്നെ. അതായത് ആൾക്കാർ കാണുന്നത് നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് സ്റ്റേജിൽ കയറുമ്പോഴും ആൾക്കാരുടെ കയ്യടി എന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെ ആഗ്രഹം ഒരു ആഗ്രഹമില്ല. അതൊക്കെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇൻട്രോവേർട്ടാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കേണ്ടെങ്കിൽ ഞാൻ ബ്രോനെ പുറത്താക്കിയിട്ടുണ്ടോ റൂം അടച്ചിട്ടുണ്ട്. എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു ശരിക്കും അങ്ങനെയുള്ള ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും ഇരുന്നോന്ന് ഞാൻ പറയും, വലിയ കുഴപ്പമില്ല. പക്ഷെ കംപ്ലീറ്റ്ലി ഞാൻ മാത്രമുള്ള റൂമിലാണ്. അതെ അത് ഓരോരുത്തർക്കും ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയും. റാപ്പിഡ് ഫയറോ? അങ്ങനെ റാപ്പിഡ് ഫയർ എന്നല്ല, ഏറി പോയിട്ട് സങ്കടം തോന്നിയ സിനിമ നമുക്ക് ന്യായീകരിക്കാൻ തോന്നിയിട്ടില്ല. എടാ അങ്ങനെ പറയില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെ പുഷ്പ ടു സ്റ്റിൽ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. ആ ഫിലിം ടോപ്പ് ഗ്രോസറാണ് ഇന്ത്യയിലെ, വൺ ഓഫ് ദി ടോപ്പ് ഗ്രോസറാണ്. അത് പുറത്തൊക്കെ അത്ര വർക്കായത് ഇവിടെ വർക്കായില്ല, വ്യത്യാസമുണ്ട്. ഞാൻ ആ മൈൻഡിൽ കണ്ടപ്പോൾ എനിക്ക് എന്ത് വർക്കായി. സ്റ്റിൽ പിന്നെ കണ്ടിട്ടും എനിക്ക് ഒരു റിഗ്രറ്റ് ഇല്ല. എനിക്ക് ആ മോഡ് തന്നെയാണ് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ. ഭയങ്കരമായിട്ട് നമ്മൾ പുഷ് ചെയ്തു. അതായത് നല്ല സിനിമയാണ് അല്ലെങ്കിൽ നല്ല സീരീസ് ആണ്, എല്ലാവരും കാണണമെന്ന് നമ്മൾ തന്നെ മനസ്സിൽ തോന്നി ആഗ്രഹിച്ചിട്ട് പുഷ് ചെയ്തിട്ടും അധികം ആൾക്കാർ കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ വിജയിച്ചില്ലല്ലോ എന്ന് തോന്നിയ ഒരു സിനിമയോ സീരീസോ അങ്ങനത്തെ കുറേ ഉണ്ട്. അത് ഒന്നുമല്ല. മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും മറ്റേ ആനിമയും ഇതൊക്കെ, പ്രത്യേകിച്ച് ആനിമയൊക്കെയാണ് എനിക്ക് ഒരു ആനിമ മാത്രമല്ല ആനിമേറ്റഡ് കുറെ വ്യത്യാസമുണ്ട്. ആനിമേഷൻ സിനിമകൾ കാണുമ്പോൾ എല്ലാവരും മറ്റേ കാർട്ടൂൺ എന്ന് പറഞ്ഞിട്ട്. അതെ. ഇപ്പോൾ ഞാൻ റീസെന്റ് നമ്മുടെ സൂപ്പർ മാരിയോ സെക്കൻഡ് പാർട്ട് ഗാലക്സി തിയേറ്ററിൽ പോയപ്പോൾ ആരുമില്ല. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വണ്ടി നിർത്താൻ പോയ സമയത്ത് കുട്ടികളുടെ പടം കാണാനാണോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. ഒന്നും പറയാൻ പറ്റില്ല. ആ പടവേ 1 ബില്യൺ അടിച്ചിട്ടാണ് വരുന്നത്. അതായത് വേൾഡിലെ ഏറ്റവും പിന്നെ നൂജ 2 എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. നൂജ എന്ന് പറഞ്ഞിട്ടൊരു ചൈനീസ് ആനിമേറ്റഡ് മൂവി ഉണ്ട്. മറ്റേ എൻഡ് ഗെയിമും ഡൂംസ്ഡേ ഒക്കെ അറിയില്ലേ, അതാണ് ടോപ്പ് കളക്ഷൻ. അവതാറിന്റെ കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്ത് കളക്ഷൻ വാങ്ങിയ പടമാണ്. അതായത് വേൾഡിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാങ്ങിയിട്ടുള്ള പടമാണ്. ആനിമേറ്റഡ് ആയതുകൊണ്ട് ഇവിടെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ഉണ്ട്. ഈ ആനിമേറ്റഡ് ഇപ്പോഴും മാറ്റി വയ്ക്കുന്ന ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ ഒരു വട്ടം ആ പടം തിയേറ്ററിൽ കണ്ട അപ്പോൾ മനസ്സിലാവും എന്താ പരിപാടി എന്നുള്ളത്. അതാണ് ഒരു വലിയ റിഗ്രറ്റ് ആയിട്ട്. നിങ്ങൾക്ക് ഹൈദരാബാദിൽ നിന്നൊന്നും വിളിയൊന്നും വന്നിട്ടില്ലേ? ഇല്ല. കർണാടകയിൽ നിന്നൊക്കെ ഇല്ല. ഒന്നാമത് മലയാളമല്ലേ, പിന്നെ ഈ പാലക്കാട് ഭാഷയിൽ പിടിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടുള്ള ഔട്ട് റീച്ച് കുറവായിരിക്കും. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിന് പോലും കിട്ടൂല. എന്താണ് സംഭവം എന്നാലും പാലക്കാടുകാരൊക്കെ എന്നെ ചീത്ത വിളിക്കും. ചില മെസ്സേജ് ഒക്കെ വരും, മറ്റേ കമന്റിൽ ചില സാധനങ്ങൾ അവിടെ നിന്നാണ് അവരടക്കം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ എന്ത് മനസ്സിലായിട്ടാണെന്ന് പറയുന്നത് അറിയില്ല. പക്ഷെ സ്റ്റിൽ തമിഴ്നാട്ടിൽ നിന്നാണ് ആന്ധ്രയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വരാറുണ്ട്. പക്ഷെ അറിയില്ല അവർക്ക് മനസ്സിലാവുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അത്ര പോപ്പുലർ അല്ല, ഒന്നും ഫേസ് കാണിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് സേഫ് ആണെന്നാണ് വിചാരം. പക്ഷെ ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ് മാത്രമാണ്. നമ്മൾ ആരെയും പേഴ്സണലി ഹാം ചെയ്യാനോ ഹരാസ് ചെയ്യാനോ ഒന്നല്ല. ജസ്റ്റ് നമുക്ക് കുറച്ച് നേരം ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ ഇടയ്ക്ക് നോക്കി ചിരിക്കാനോ അങ്ങനത്തെ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പൊതുവെ ശ്രദ്ധിച്ചിട്ടുള്ളത് 2 കാറ്റഗറിയാണ്. ഒന്ന് ഫുൾ ഓഫ്, അതായത് അവരുടെ ലൈഫിലെ സന്തോഷം ആണെങ്കിലും എന്താണെങ്കിലും അവരതിനൊരു സെലിബ്രേഷൻ മോഡിലാണ് പുറത്ത് കാണിക്കുക. അവർക്ക് കിട്ടുന്ന ഈവൻ റവന്യൂ, അവരുടെ സ്റ്റാർഡം, ഇതിനൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ലെവലിലാണ്. വേറൊരു കൂട്ടം ആളുകൾ ഒരു സിംപ്ലിസിറ്റി ഒരു സാധനമൊക്കെ ആയിരിക്കും. അതായത് നമ്മുടെ യൂട്യൂബ് റവന്യൂ നമുക്കറിയാമല്ലോ ഓരോരുത്തർക്കും എത്രയാണെന്നുള്ളത്, നാട്ടുകാർക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ആ റവന്യൂവിൻ്റെ ഒരു ഷോ ഓഫ് സാധനങ്ങൾ ഉണ്ടാവും. ചില ആൾക്കാർ ആ പറയുന്ന ഒരു സോഷ്യൽ സെലിബ്രേഷൻ ലൈഫ് സ്റ്റൈലിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നിൽക്കും. എവിനെ ഞാൻ അങ്ങനെ ഒരു സെലിബ്രേഷൻ സർക്കിളിൽ കണ്ടിട്ടില്ല. വളർന്നു വന്ന നാടിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണോ അതോ ഞാൻ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യണം, ലൈഫിൽ സാമ്പത്തിക അച്ചടക്കം വേണം എന്ന് പറയുന്നൊരു സാധനം ഉള്ളത് കൊണ്ടാണോ? എന്താണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണോ? എന്താണ് സംഭവം? അല്ല, അങ്ങനെ ഈ സാധനം എക്സ്പ്രസ് ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഒന്നാമത് ഫിനാൻഷ്യലി ഞാൻ വളരെ ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് വളരെ ഡൗൺ ആയിരുന്നു. ഡൗൺ എന്ന് പറഞ്ഞാൽ ഞാൻ BP കാര്യപ്പെടുന്ന ആളാണ്. പക്ഷെ യൂട്യൂബാണ് എനിക്ക് ഒരു മിനിമം ഒരു സ്റ്റേജ് ഒരു ലെവൽ തന്നത്. അത് ഈ പറയുന്ന ഓഡിയൻസും ആയിക്കോട്ടെ. പക്ഷെ അത്
അവർക്കറിയേണ്ട ആവശ്യമില്ല. മീൻസ് എന്നെ കാണുന്ന ഓഡിയൻസിന് എൻ്റെ കണ്ടന്റ് അറിഞ്ഞാൽ മതി. എൻ്റെ അതിൻ്റെ ബാക്കിലുള്ള പ്രോസസ്സ് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ AC റൂമിലിരുന്ന് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് പാലക്കാടുള്ള ഷൂട്ടിൽ നിലത്ത് വെള്ളം തളം കെട്ടി കിടക്കും വേർത്തിട്ട്, അങ്ങനെ റെക്കോർഡ് ചെയ്ത സമയങ്ങളുണ്ട്. അവർക്ക് അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിപ്പോൾ ഇരുന്ന് വേർത്തിട്ടാണ്. ഇപ്പം ഞാൻ മരിച്ചാലോ ജീവിച്ചാലോ ആർക്കും ഒരു പ്രശ്നമില്ല. അവർക്ക് കണ്ടന്റാണ്, ആ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക്. അതുകൊണ്ട് ഈ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേജ് എനിക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചാലോ അത് എൻ്റെ പേഴ്സണൽ യൂസിന് മാത്രമാണ്. അപ്പോൾ അത് ഇത് കാരണമാണെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ആ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ എൻ്റെ മൈൻഡ് സെറ്റ് അനുസരിച്ച് ഞാൻ എൻ്റെ കണ്ടന്റ് മാത്രമാണ് പുറത്തറിയേണ്ടത് എന്നുള്ള ഒരു മൈൻഡിൽ. ഓക്കെ, നമ്മളിപ്പം ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു. ആക്ച്വലി എനിക്കും ഭയങ്കര കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഫീൽ ചെയ്തു. അപ്പോൾ അതേപോലെ ഫിനാൻഷ്യൽ സൈഡും കൂടി പറയുകയാണെങ്കിൽ റീലോഡ് മീഡിയയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോഴുള്ള ഒരു സജഷൻ. അതായത് ഇപ്പം നമ്മൾ തുടക്കത്തിൽ നിന്നിരുന്ന നമ്മൾ വളരെ ഒരു ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരു സ്റ്റേജിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് നമുക്കൊരു പാരലൽ ഇൻകം വന്നതുകൊണ്ട് നമ്മൾ കയറി വന്ന ഒരു സ്റ്റേജ് ഉണ്ട്, ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ലൈഫുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ ഒരു 5-10 വർഷം മുമ്പുള്ള എബിനോട് എന്തായിരിക്കും ഇപ്പോൾ പറയാം, അല്ലെങ്കിൽ കൊടുക്കാനുള്ള ഒരു 3 കാര്യങ്ങൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ മാത്രം? അത് ഒന്ന്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ജോബും ഇല്ലാതെ അല്ലെങ്കിൽ 9 to 5 ഒരു അറൗണ്ട് ഒരു 8,000 രൂപയ്ക്ക് ഞാൻ വർക്ക് ചെയ്ത സമയങ്ങളുണ്ട്. ഫാർമസിസ്റ്റായിട്ടും അല്ലെങ്കിൽ കമ്പനിയിലൊക്കെ ജസ്റ്റ് ഒരു 10,000 8,000 ആ ഒരു വളരെ ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് മിനിമം വേജസിന് വർക്ക് ചെയ്തിട്ട്. അപ്പോൾ അന്നും ഈ പറഞ്ഞ പോലെ എനിക്കൊരു വീട് വേണമെന്നും എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു വണ്ടി വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇതൊന്നും നടക്കില്ല. ഒട്ടുമിക്ക ആൾക്കാരുടെ പ്രശ്നം അതാണ്. നമ്മൾ ഇതിൽ നിന്നിട്ട് നമുക്കൊന്നും പറ്റില്ല, നമ്മൾ ലോൺ എടുത്ത് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഒട്ടുമിക്ക എല്ലാവർക്കും. അങ്ങനെ ഇരുന്ന് അവിടെ ഇരിക്കുള്ളൂ. വൺസ് നമ്മളായിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്കായിട്ടായിട്ട് കൊണ്ട് തരൂല്ല, ഒന്നും നടക്കൂല. അപ്പോൾ ഒട്ടുമിക്ക ഒരു 90% ഓഫ് ആൾക്കാരുടെ ലൈഫും ഇങ്ങനെ നമ്മൾ റിഗ്രറ്റ് അടിച്ച് നമ്മളിങ്ങനെ ലൈഫ് എൻഡ് ചെയ്യുന്നത്, ഒന്നും അല്ലാതായി തീരുന്നത് നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഞാൻ വന്നിരുന്ന് വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇത് തുടങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ സ്റ്റിൽ ഞാൻ എങ്ങനെയാണോ ആ സ്റ്റേജ് എൻ്റെ അതേ സ്റ്റേജിൽ തന്നെ അവിടെ തന്നെയാണ്. എന്നെ ഇപ്പോൾ പുറംലോകം അറിവ് പോലുമില്ല. പക്ഷെ ഇങ്ങനെ വന്നത് കൊണ്ടൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ യൂട്യൂബിൽ തന്നെ വരണമെന്നല്ല, നമ്മുടെ ആ ഒരു റൊട്ടീൻ ബ്രേക്ക് ചെയ്ത് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും കിട്ടൂല. ആ ഒരു കംഫർട്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അപ്ലിഫ്റ്റ്മെന്റിന് ഒരു വലിയ പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ കുറേ റീലൊക്കെ ഞാൻ റീസെന്റ് കാണുന്നുണ്ട്. ഇപ്പോൾ ചെറിയ പിള്ളേരൊക്കെ വന്ന് വ്ളോഗ് ചെയ്തത് അവർ പറയുന്നത് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് റീലാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കുറേ, അത് വളരെ നല്ല പരിപാടിയാണ്. അത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, കുറേ പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് തന്നെ നല്ല കോമ്പറ്റീഷനാണ്. നമ്മളെ പോലെ റിവ്യൂ ചെയ്യുന്ന എത്ര പേരുണ്ട്, ഇഷ്ടം പോലെ. നമ്മൾ ഈ സമയത്തിനുള്ളിൽ ഇട്ടില്ലെങ്കിൽ നമ്മുടെ റിവ്യൂ എത്ര പേര് കാണുമെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ യൂട്യൂബിലേക്ക് വന്നപ്പോൾ എൻ്റെ ഇപ്പോഴും സ്റ്റിൽ എൻ്റെ മെയിൻ കൺസേണും മെയിൻ പ്രയോറിറ്റിയും ഞാൻ വേറൊരാളുടെ കണ്ടിട്ട് അതുപോലെ ചെയ്യരുത് എന്നാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നമ്മുടെ മൺസൂൺ മീഡിയ സുധീഷ് പയ്യന്നൂർ മൂപ്പരുടെ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്, അത് കണ്ടിട്ടാണ്. പക്ഷെ ആ സ്റ്റൈലല്ല ഞാൻ പിടിച്ചത്. ഞാൻ എന്താണോ ആ സ്റ്റൈലാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. സോ ഓരോരുത്തരുടെയും സെൽഫ് പേഴ്സണാലിറ്റി എന്താണ്, അതിൽ നിന്നിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിലെന്തൊക്കെ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും, ഇതാണ് മെയിൻ പരിപാടി. അവിടെ തന്നെ ഇരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങണം, അത്രേ ഉള്ളൂ. എൻ്റെ ഒരു കോട്ട് എന്ന് പറഞ്ഞ പരിപാടിയുള്ളൂ. ലിറ്ററലി ആരും നമുക്കായിട്ടൊന്നും ഫ്രീ ആയിട്ട് തരില്ല. ആരും ഒരു സാധനം ഒന്നും നമുക്കറിയാലോ, ഉണ്ടെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടായിരിക്കും നമ്മളെയും കൊണ്ട്. സോ നമുക്കായിട്ട് എന്തെങ്കിലും നമുക്കായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങുക, ചെയ്യുക. അല്ലെങ്കിൽ ഫെയിലിയർ ആവും, പിന്നെ ചെയ്യുക, പിന്നെ ഫെയിലിയർ. ഈ തുടങ്ങുക എന്ന് പറയുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റും, പക്ഷേ തുടങ്ങി വൺസ് നമ്മുടെ കയ്യിൽ അതിൻ്റെ കൂടെ പറയേണ്ട സാധനമാണ് തുടങ്ങുക മാത്രമല്ല കൺസിസ്റ്റൻസി. അതൊരു കീ പോയിന്റ് ആണ്. നമ്മൾ ചെയ്യുന്ന സാധനം ഫെയിലിയർ ആണെങ്കിലും എന്താണെങ്കിലും ഈ സാധനം ചെയ്തുകൊണ്ടേ ഇരിക്കുക. കുറേ നെഗറ്റീവ് വരും, അതാണ് വീട്ടിൽ നിന്ന് കുറേ പ്രശ്നങ്ങൾ വരും, അവിടെ നിന്ന് കുറേ പ്രശ്നം. പണ്ട് തിയേറ്ററിൽ പോലെ സിനിമ കാണുന്നതിന് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നതാണ് എൻ്റെ അമ്മ ഒരു പോയിന്റ് വരെ. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അമ്മയോട് പറഞ്ഞേപ്പിച്ചിട്ട് പോയതാ മക്കളെ തിയേറ്ററിൽ വിടരുത്. എപ്പോഴും ഈ സിനിമയും കണ്ട് നടന്നോന്ന് പറയുന്ന ആള് ഞാൻ ലിറ്ററലി ഒന്നും പറഞ്ഞിട്ടില്ല. 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഇന്ന് നിനക്ക് സിനിമ ഇല്ല നിങ്ങോട്ട് ചോദിക്കും. ആ സ്റ്റേജിലേക്ക് നമ്മൾ മാറ്റാം. അത് നമ്മുടെ ഹോബി എന്താണോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല, ആ ഒരു ലൈഫ് സ്റ്റേജ് നമ്മൾ മാറ്റിയെടുക്കുന്നതാണ്. അതിന് മെയിൻ കാരണം കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ സാധനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുക. വൺസ് ഒരിക്കലെപ്പോഴെങ്കിലും ഇരിക്കുക ക്ലിക്കാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോസ്റ്റൊക്കെ അത് ക്ലിക്കാവാൻ ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. മറ്റേ ചാനലിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് 2-3 വന്നപ്പോഴാണ് ഈ വേറൊരു ചാനൽ തന്നെ ഉണ്ടാക്കിയത്. എനിക്ക് റീലോഡ് മീഡിയ എന്നുള്ള ഈ ചാനൽ 8 വർഷമായിട്ട് തുടങ്ങിയതിൻ്റെ അറൗണ്ട് ഒരു
10x അല്ലെങ്കിൽ 10 ഒരു 20 മടങ്ങ് അപ്പുറത്ത് എനിക്ക് റവന്യൂ കിട്ടിയത് റോസ്റ്റ് ചെയ്യുന്നതാണ് വെറും 1-2 കൊല്ലം കൊണ്ട്. അതിൽ പക്ഷേ ആ 8 വർഷത്തെ എക്സ്പീരിയൻസിന്റെ ഫലങ്ങളുണ്ട്. അതിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം യൂട്യൂബ് തുടങ്ങുന്ന ഒരു കുറേ പേര് ഒരു ക്യാമറ കിട്ടട്ടെ അല്ലെങ്കിൽ ഒരു നല്ല മൈക്ക് കിട്ടട്ടെ എന്നിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക്, ഞാൻ തുടങ്ങിയത് കൈൻ മാസ്റ്റർ വെച്ചിട്ടാണ്. ഞാനൊന്ന് ഫേസ് ഓവറില്ല, ജസ്റ്റ് മൊബൈലിന്റെ മൈക്ക് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇത് ചെയ്ത് നോക്കിയാലേ നമുക്ക് ഈ പരിപാടി മനസ്സിലാവുള്ളൂ. സോ എല്ലാം ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്, അങ്ങോട്ട് ചെയ്യുക. അതുപോലെ തന്നെ മെയിൻ ഒരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അത് നമുക്ക് പൈസ കിട്ടി തുടങ്ങും. നമ്മൾ ചിലപ്പോൾ യൂട്യൂബ് ആയിരിക്കില്ല ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി, ഇപ്പം വീടിൻ്റെ തൊട്ടടുത്ത് ബീച്ചുണ്ട്, നമുക്ക് കുറച്ച് ബലൂൺ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ ഇരുന്ന് ഊതി വീർപ്പിച്ചു അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബലൂണിന് 10 രൂപ വെച്ച് കിട്ടും. അതായത് നമ്മൾ മുടക്കിയ പൈസയുടെ ഏതാണ്ട് 10x നമുക്ക് റവന്യൂ കിട്ടുന്ന കാര്യമാണ്. അതും ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയി അതെങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട് ചെയ്യാമെന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ അതൊരു ബിസിനസ് ഐഡിയ. ആ ബിസിനസ് ഐഡിയ അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയ പിള്ളേരൊക്കെ മറ്റേ ഇന്നെൻ്റെ ബിസിനസ് തുടങ്ങി 40-ാം ദിവസമാണ്, ഇന്ന് എനിക്ക് 20 ഓർഡർ വന്നു, ഭയങ്കര സന്തോഷം അഭിമാനമൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ. പക്ഷേ ഈ കിട്ടുന്ന പൈസ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു ഭയങ്കര ഘടകമാണ്. ചിലപ്പോൾ ആ പൈസ നമ്മൾ വെറുതെ അടിച്ചു പൊളിച്ച് കളയും. ചിലർ കൂട്ടുകാർക്ക് ബന്ധുക്കൾക്ക് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക, അതല്ലേ നമ്മുടെ സന്തോഷം എന്ന് വിചാരിക്കും. ഈ പൈസ മാനേജ് ചെയ്യുന്നത്, അത് കയ്യിലിരിക്കുന്ന 1 രൂപയെ എബിൻ്റെ കയ്യിൽ കിട്ടുന്ന 1 രൂപ അതെങ്ങനെയൊക്കെ പോകും? അല്ലെങ്കിൽ എല്ലാം എനിക്ക് എൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാന്ന് പറഞ്ഞാൽ എനിക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ മെയിൻ ടാർഗറ്റ് എൻ്റെ ഒരു വീടായിരുന്നു. അതിനുവേണ്ടി സബ് ടാർഗറ്റ്സ് ഞാൻ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഗോൾസ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കൊരു ഫോൺ പ്രയോറിറ്റി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രയോറിറ്റി അതിനേക്കാൾ കൂടുതൽ വീടിനുണ്ട്. സോ മെയിൻ എയിം എൻ്റെ വീടാണ്, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തൊന്നും ഉള്ളൂ എന്ന് പറഞ്ഞ് ഇടയിൽ വരുന്ന അനാവശ്യ എക്സ്പെൻസസ് മെയിൻലി ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. അതില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഒരു ഫോൺ ചെയ്യാൻ ഫോൺ വേണം. സോ ബേസിക് ആയിട്ട് ഫോൺ ഇല്ലെങ്കിൽ നടക്കൂല. ഇതും കട്ട് ചെയ്തിട്ട് ഞാൻ മറ്റേ പരിപാടിക്ക് പോയാൽ നടക്കില്ല. സോ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് വെച്ചിട്ട് ബാക്കി ഒരു ഗോൾ സെറ്റ് ചെയ്യുക. വൺസ് ഞാൻ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത ഗോൾ ഞാൻ കാറായിരുന്നു. എനിക്ക് ആദ്യം വേണമെങ്കിൽ കാർ എടുക്കായിരുന്നു. ഇപ്പോൾ വീടിനുള്ള പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 40 ലക്ഷത്തിന്റെ വീട് ഞാൻ വാങ്ങുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. ഒരു 20 ആയപ്പോൾ എനിക്ക് തോന്നി ഒരു കാർ എടുക്കാം. 20 കാറിന് പൈസ ഉണ്ടല്ലോ, എനിക്ക് വേണമെങ്കിൽ അപ്പോൾ എടുക്കാം. എടുത്തിട്ടുണ്ടെങ്കിൽ വീടില്ല, മനസ്സിലായ വീട് പോയി. ഇതിപ്പോ വീട് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാറിന് അങ്ങനെ ഓരോ മോട്ടീവ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ട് പൈസ പോകില്ല. എന്തെങ്കിലും ഒരു ഗോൾ എപ്പോഴും ഉണ്ടാവും. ഈ പൈസ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അത് എന്തിനെങ്കിലും എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ്. ചെലവാക്കാനാണ് പൈസ. എന്തിനാണ് നമ്മൾ ചെലവാക്കാൻ പോകുന്നത് എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ട് വേണം പൈസ ഉണ്ടാക്കാൻ. പക്ഷെ കുറെ പേർക്ക് എന്തിനു വേണ്ടി ഉണ്ടാക്കണം. ഇപ്പൊ കുറെ പേര് PSC പഠിക്കുന്നുണ്ട്, എന്ത് ജോലിക്കാണെന്ന് ചോദിച്ചാൽ പറയില്ല, അറിയില്ല. എല്ലാവരും എഴുതുന്നുണ്ട്, ഞാനും എഴുതുന്നുണ്ട്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് മറ്റൊരു ഡെഫിനറ്റ് ഗോൾ വെച്ചിട്ട് എല്ലാം ചെയ്യാം. നമ്മൾ ഈ ആനിമെ കണ്ടിട്ട് സജസ്റ്റ് ചെയ്യുന്ന, ഇത്രയും സീരീസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, റോസ്റ്റ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ലൈഫിന് ഇങ്ങനെ ഭയങ്കര വിഷനായിട്ട് വെച്ചിട്ട് പറയാം. അതായത് ലൈഫിൽ നമുക്ക് ഇന്ന ഒരു സാധനം വേണമെന്നൊക്കെ പറയുമ്പം അത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു എബിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം അല്ലെങ്കിൽ പോട്ടെ ഒരു 10 വർഷത്തിനപ്പുറത്ത് എബിനെ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ റവന്യൂ ഉണ്ട്, റീച്ച് ഉണ്ട്, അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ജനറേഷനെ സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഒരു 10 വർഷത്തിനപ്പുറം എബിൻ കാണുന്നൊരു വിഷൻ എന്തായിരിക്കും? ഇപ്പോൾ തൽക്കാലം ടു ബി ഹോണസ്റ്റ് അങ്ങനെ ഒരു വിഷൻ ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ മെയിൻ ഉദ്ദേശം എനിക്ക് ആ ഒരു വീട് എന്നുള്ള ഒരു പ്രയോറിറ്റി ആയിരുന്നു. പിന്നെ ഒരു ചെറിയൊരു വണ്ടി വേണമെന്നുള്ള, അതായത് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അഫക്റ്റ് ചെയ്തിട്ടുള്ള കുറെ ട്രോമാസും കുറെ കുഞ്ഞു കാര്യങ്ങളുണ്ട്. എനിക്ക് തന്നെ ഉള്ള പേഴ്സണലി വേറെ ആരോടും അല്ല, എനിക്ക് തന്നെ ഒരു എന്താ പറയാ, നമ്മളൊരു വെഞ്ചൻസ് ഉണ്ടല്ലോ. ഫിനാൻഷ്യലി ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ CT കൊടുത്തു പോകില്ലേ, മറ്റേ CT കൊടുക്കില്ലേ നിങ്ങളുടെ അവിടെ ഒന്നും? CT എന്ന് പറഞ്ഞാൽ ഈ കൺസെഷൻ ടിക്കറ്റ്, ST കൊടുത്തു പോകാന്ന് പറയും. അവിടെ എത്ര രൂപ സ്റ്റുഡന്റ് കൺസെഷൻ, നമ്മൾ 1 രൂപ 2 രൂപ. ചില ദിവസങ്ങളിൽ ഈ 2 രൂപ കൊടുക്കാനല്ലാണ്ട് ഞാൻ നടന്നു പോയിട്ടുണ്ട്. അറൗണ്ട് ഒരു 10-15 കിലോമീറ്റർ ഒക്കെ. അത്രയും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ നമുക്ക് ഈ ഫ്രണ്ട്സിന്റെ ബൈക്കൊക്കെ വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. എൻ്റെ കയ്യിൽ ബൈക്കൊന്നുമില്ല. അപ്പോൾ ഉള്ള സമയത്ത് മഴക്കാലത്ത് എനിക്ക് ഈ കോളേജിൽ എത്തിയാൽ പറ്റുമോ ടൈമിന് റെയിൻ കോട്ട് ഇല്ലാത്തത് കൊണ്ട് നനഞ്ഞിട്ട് പോയിട്ട് ഞാൻ ക്ലാസ് ഇരുന്നിട്ടുണ്ട്. ഈവൻ ഇന്നർ വരെ നമ്മൾ നനഞ്ഞിട്ട്. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഞാൻ എൻ്റെ മൈൻഡ് സ്ട്രൈക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എപ്പോഴെങ്കിലും ഇതിന് എനിക്ക് തന്നെ ഞാൻ ഒരു റിട്ടംഷൻ കൊടുക്കുന്ന പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ഒരു SUV പോകുമ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സിലായ അന്ന് ഞാൻ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മഴ പെയ്യുമ്പോൾ ഞാൻ ചിരിച്ചിട്ടാ പോവുക. ഓരോ മഴയത്തും മഴ വന്നാൽ സന്തോഷം ആഗ്രഹിച്ചു പോകുന്ന. അതെ. ഇപ്പൊ ബാക്കിയുള്ളവർ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് എനിക്ക് ആ ഒരു 2 രൂപ തരാൻ ആരുമില്ല, വേറെ ആരെങ്കിലും തരുമോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ലൈഫ് ഇങ്ങനെ പോയി ഒരു പോയിന്റ് എത്തിയപ്പോൾ നമുക്കത് ആരും തരില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും കാലം ഓടിയത് ഫുള്ള്.
സോ ഇനി അങ്ങോട്ട് ഞാൻ പറയില്ല, എൻ്റെ ആ ഒരു റിഡംഷൻ ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി അങ്ങോട്ട് എനിക്കൊരു എൻ്റെ മെയിൻ ഗോള് വീട്ടുകാർക്കും എനിക്കൊന്ന് കയറി കിടക്കാൻ ഒരു കുഞ്ഞു വീടും എനിക്ക് ട്രാവൽ ചെയ്യാൻ ചെറിയൊരു വണ്ടി, അതായിരുന്നു എൻ്റെ മെയിൻ ഗോള്. ഇനി അങ്ങോട്ട് പേഴ്സണലി ഗോളില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കണ്ടന്റുകൾ ചെയ്ത് ഇങ്ങനെ കുറേ പൈസ വാരണം എന്നുള്ള മൈൻഡൊന്നും ഇല്ല ഇപ്പോൾ എനിക്ക്. ജസ്റ്റ് എൻ്റെ ഒരു പഴയ പോലെ ഞാൻ ഇനീഷ്യലി തുടങ്ങിയ സ്റ്റേജിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പോയിന്റ് എത്തിയപ്പോൾ നമുക്ക് റവന്യൂ ജനറേറ്റ് ആവാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ നമ്മൾ ഈ മിൽക്കിംഗ് എന്ന് പറയില്ല, നല്ല കണ്ടന്റ് കൊടുക്കുക, അത് ആൾക്കാർ കാണും, അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അത് മാക്സിമം പുഷ് ചെയ്ത് എൻ്റെ പരിപാടി ഞാൻ സേഫ് ആക്കി വെച്ചു. ഓക്കെ, ഇനി അങ്ങോട്ട് ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കത് ഇല്ലെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഈ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അത് സത്യം. എനിക്ക് ഈ റിഡംഷൻ ഉള്ളതുകൊണ്ടാണ്. ഞാനൊരു 10-18 വർഷമായിട്ട് വാടക വീട്ടിലാണ്. 7-8 വീടുകൾ ഞങ്ങൾ മാറിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം വീട് മാറുമ്പോഴും എൻ്റെ മൈൻഡിൽ അട്ടിക്കണം, എനിക്കൊരു വീട് വേണമെങ്കിൽ മാറരുത് എന്നുള്ള മൈൻഡിലാണ്. ഈ ഒരു വർഷ ഗ്യാപ്പിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടാർഗറ്റ് വെച്ച് ചെയ്തത്. അത് ഇല്ലാത്തവർക്ക് അറിയില്ല. സോ എപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്യുക എല്ലാത്തിനും. അതുകൊണ്ടാണ് ഞാൻ എഴുതുന്ന കാര്യങ്ങളടക്കം പറഞ്ഞത്. എൻഡ് ഓഫ് ദി ഡേ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞ്. അതിപ്പോൾ കുറേ പേർക്ക് ഇത് പറ്റാത്തതിന് മെയിൻ പ്രശ്നം നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മളിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞ് ഇപ്പോൾ സീരീസ് കാണാനടക്കം നാളെ കാണാം എന്ന് പറഞ്ഞിരിക്കും, അങ്ങനെ ഇരുന്ന് അവിടെ ഇരിക്കുള്ളൂ. ഇന്ന് തീർക്കേണ്ടത് ഇന്ന് തന്നെ തീർക്കുക, പറ്റില്ലെങ്കിൽ അതിന് ബാക്കി നാളേക്ക്. സോ സ്റ്റാർട്ട് ചെയ്ത് വെക്കൽ മാത്രമല്ല, ചെയ്യണം. പറയുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും. ഇത് എൻ്റെ പേഴ്സണൽ, ഞാനിത് അധികം പറഞ്ഞിട്ടില്ല ആരോടും. അല്ല, നിങ്ങളുടെ ലൈഫിലുണ്ടായ വാശികളാണ് നിങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ അന്ന് ഇല്ലാതിരുന്നതാണ് ഇന്നുള്ളതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളോട് ഒരു ഇഷ്ടവും ഒരു സാധനം ഉണ്ടായിരുന്നു. നിങ്ങൾ റിവ്യൂ ഇടുമ്പോഴും അതിൻ്റെ അകത്ത് ഫൺ ഫാക്ടർ സാധനങ്ങളൊക്കെ. പക്ഷെ എനിക്ക് ഇപ്പം നിങ്ങളോട് ഭയങ്കര ബഹുമാനം തോന്നുന്നുണ്ട്. അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും മറ്റേ കോടികൾ ഉണ്ടാക്കുന്നതാണ്, ലക്ഷങ്ങൾ. ഓരോരുത്തർക്കും ഓരോ കുഞ്ഞു കുഞ്ഞു. ഞാൻ ഇപ്പം ഇരിക്കുന്നത് ലൈഫിലൊരു കാര്യം ഭീകരമായി ആഗ്രഹിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്ത് അത് സക്സസ് ആയിട്ടുള്ള ഒരാളുടെ കൂടെയാണെന്നുള്ളതിൻ്റെ അതൊരു ഭയങ്കര ഡിഫറെന്റ് ഫീലാണ്. എനിക്കത് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിക്കത് ഞാനത് വെറുതെ വന്നിരുന്ന് കരഞ്ഞിട്ട് എനിക്ക് വീടില്ല, എനിക്ക് വണ്ടിയില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. അത് കേൾക്കുന്നവർക്ക് അത് കേട്ടിട്ട് ഒരു ഉപകാരമില്ല. നോ വൺ കേസ്. ഏറിപ്പോയി എനിക്ക് ചിലപ്പോൾ ഒരു വീഡിയോ ഒന്നും, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി പറഞ്ഞിട്ട് എനിക്കൊരു ചെറിയൊരു സംഭാവന നിങ്ങളെല്ലാവരും തരും. അതുകൊണ്ട് എൻ്റെ പരിപാടി നടക്കില്ല. എനിക്ക് അതല്ല വേണ്ടത്, ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നുള്ള. അല്ല, ഒരു പ്രോപ്പർ ടാർഗറ്റിൽ പോയതിൻ്റെ അതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് പിടിച്ചതിൻ്റെ ഒരു ഭയങ്കര ഒരു വിഷനാണ് നിങ്ങൾ തുറന്നു വെക്കുന്നത്. എന്തായാലും അതിന് ഭയങ്കര താങ്ക്സ്. ആൻഡ് ഇനി നിങ്ങളുടെ ലൈഫിൽ കുറേയും കൂടി ഇപ്പോൾ ഉള്ളത് മീനിങ് അല്ലെന്നല്ല, പക്ഷേ ഇനി ഒരുപാട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരുപാട് വിഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ, ഒരുപാട് ഗോൾസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ. അതൊക്കെ ഏറ്റവും ഗംഭീരമായിട്ട് അച്ചീവ് ചെയ്യാനും നിങ്ങളുടെ മുന്നിലുള്ള സ്റ്റുഡൻസിനെയും ബാക്കി നിങ്ങളുടെ വ്യൂവേഴ്സിനെ എല്ലാവരെയും ഇൻസ്പയർ ചെയ്യാനും ഇനിയും ഹാപ്പിയാക്കി എൻ്റർടൈൻഡ് ആക്കി കൊണ്ടുപോകാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്, ഓക്കെ, സന്തോഷമായില്ലേ? സെറ്റ്.